ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം അറിയാം, ഓസ്ട്രേലിയ ഇപ്പം കെയറർ വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ലേബർ എഗ്രിമെൻ്റ് അനുസരിച്ച് അവിടെയുള്ള ഒരുപാട് പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസിന് ഓവർസീസിൽ നിന്ന് ആൾക്കാരെ ആസ് എ കെയറർ എടുക്കാം. ഇത് കാരണം നമുക്ക് ഒരുപാട് ലേബർ ഷോർട്ടേജ് ഉള്ളതുകൊണ്ടാണെന്നറിയാം. കോവിഡ് കഴിഞ്ഞിട്ട് കുറേ നാൾ വരെ ഓസ്ട്രേലിയ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ ഇമിഗ്രേഷൻ നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ഷോർട്ടേജ് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു കെയറർ ഓപ്പർച്യൂണിറ്റി മറ്റുള്ള രാജ്യത്തിൽ നിന്ന് അങ്ങോട്ട് വരാനുള്ളത് തോന്നി. ഇപ്പോൾ നമുക്കറിയാം, ഓൾറെഡി ഒരുപാട് നേഴ്സസ് പോകുന്നുണ്ട്, പക്ഷേ കെയറേഴ്സിന് അവിടെ ഇതുവരെ വേക്കൻസി ഇല്ലായിരുന്നു. അപ്പോൾ ഈ കെയറർ വിസ എന്താണ് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഓൾറെഡി UK കെയറർ വിസേനെ പറ്റി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കെയറേഴ്സിൻ്റെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എന്താണെന്ന് അറിയണമെങ്കിൽ ആ കുറേ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും. മോർ ഓർ ലെസ് സെയിം ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. കെയറർ എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്കെല്ലാം അറിയാം, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെമ്പർ, അതിനാണ് നമ്മൾ കെയറർ. അത് നഴ്സിംഗ് ഹോംസ് ആവാം, അല്ലെ കമ്മ്യൂണിറ്റിയിലാവാം. അപ്പോൾ ബേസിക്കലി ഓസ്ട്രേലിയയിൽ ഉള്ള ഈ കെയറർ വിസ 3 കാറ്റഗറിയിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നഴ്സിംഗ് സപ്പോർട്ട് വർക്കർ, അത് മിക്കവാറും നഴ്സിംഗ് ഹോമിലായിരിക്കും. പിന്നെ പേഴ്സണൽ കെയർ അസിസ്റ്റന്റും ഏജ്ഡ് ഓർ ഡിസേബിൾ കെയർ. അപ്പോൾ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് ബ്രോഡ്ലി അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നഴ്സിംഗ് ഹോംസിലും കെയർ ഹോംസിലും, വിച്ച് ഇസ് റെസിഡൻഷ്യൽ ഹോംസിലും ഉള്ള ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ, ചിലർ പ്രിഫർ ചെയ്യവർക്ക് വീട്ടിൽ തന്നെ നിൽക്കാനാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു 2 കാറ്റഗറിയിലാണ് വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വിസയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 വർഷം അവിടെ നിന്ന് കഴിഞ്ഞാൽ PR കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ ഈ ഒരു അവസരം പല ആൾക്കാർക്ക് പ്രയോജനപ്പെടും നോക്കാം. അപ്പോൾ നമുക്കിത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. പിന്നെ ക്വാളിഫിക്കേഷൻസ് എന്താണ് വേണ്ടിയത്, എന്താണ് എക്സ്പീരിയൻസ് വേണ്ടിയത്, IELTS വേണോ വേണ്ടയോ, PR കാര്യം നമ്മൾ ഓൾറെഡി സംസാരിച്ചു. സാലറി എത്ര കിട്ടും, എന്താണ് ബെനിഫിറ്റ്സും, പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യങ്ങളിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പം ആർക്ക് ആണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, മീൻസ് ഹു ക്യാൻ അപ്ലൈ. അപ്പം ബേസിക്കലി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നതോ അതോ അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അത് ബേസിക്കലി ലൈക്ക് നഴ്സസ്, അതിപ്പോൾ ചെയ്യുന്നതാണെങ്കിലും BSc നഴ്സസ് ആണെങ്കിലും അവർക്കോ, അല്ലെങ്കിൽ UK അല്ലെ മറ്റുള്ള കൺട്രീസ് ഓൾറെഡി കെയറായിട്ട് വർക്ക് ചെയ്യുന്നവർക്കായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടാൻ ഉള്ള സാധ്യത എൻ്റെ അക്കോർഡിംഗ്ലി. നിങ്ങൾ മറ്റുള്ള കൺട്രീസ് ലൈക്ക് ഏഷ്യൻ കൺട്രീസ് അല്ലെ ഇന്ത്യന്നൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ജോബിൽ വെൽ സെറ്റിൽഡ് ആണെങ്കിൽ അതെല്ലാം ഇട്ട് കളഞ്ഞിട്ട് ഏജൻസിന് ഒരുപാട് വലിയൊരു എമൗണ്ട് കൊടുത്ത് വരണമെന്ന് ഉള്ളൊരു സജഷൻ ഞാൻ പറയത്തില്ല. അപ്പം തന്നെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ യു. ആ ഒരു ഡിസിഷൻ നിങ്ങളാണ് എടുക്കേണ്ടത്. ഏജൻസിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓൾറെഡി ഇവിടെ UK ഒരുപാട് പേര് ഒരുപാട് വലിയൊരു തുക കൊടുത്തിട്ട് വന്നിട്ടുണ്ട് UK കെയറായിട്ട്. അപ്പം അതൊരു പലർക്കും നല്ലൊരു അനുഭവം ഉണ്ടായിട്ടല്ല. അപ്പം ഞാനത് റെക്കമെൻഡ് ചെയ്തില്ല. നല്ല ഏജൻസീസ് ഉണ്ട്, പക്ഷെ നമുക്ക് അതെങ്ങനെയാണ് കെയർഫുൾ ആയിട്ട് നോക്കണം. ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വാളിഫിക്കേഷൻ AQF ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിം വർക്കിൽ ലെവൽ 2 ലെവൽ 3 ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജോബ് ഇറങ്ങിയിരിക്കുന്ന ഓസ്ട്രേലിയയുടെ ഡിമാൻഡ് അനുസരിച്ചാണ്, ആ കൺട്രിയാണ്. അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷനാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലോ അല്ല വേറെ ഏതെങ്കിലും ഒരു ഏഷ്യൻ കൺട്രിയിലാണ് പഠിച്ചതെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇതിനുള്ളതായിരിക്കും. പക്ഷേ അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ നഴ്സസ് GNM BSc നഴ്സസ് ആണെങ്കിൽ ഒരു ഓൾറെഡി ക്വാളിഫൈഡ് ആണ്. ഒരു സിംപ്ലിഫൈ ആയി പറയുകയാണെങ്കിൽ ഒരു 10-12th ക്വാളിഫിക്കേഷൻ ആണ് ഇവർ AQF 2nd and 3rd ലെവൽ എന്ന് പറയുന്നത്. അത് UK NVQ ലെവൽ 3 ഈക്വലാണ്. അപ്പോൾ എല്ലാ രാജ്യത്തിനും അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, അതാണ് AQF. പിന്നെ അഥവാ ഈ AQF ക്വാളിഫിക്കേഷൻ നിങ്ങൾ ലെവൽ 2 ലെവൽ 3 ഇല്ലെങ്കിൽ, നിങ്ങൾക്കൊരു 1 year to 2 year ഒരു കെയറായിട്ട് വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ വേറൊരു ട്രിക്ക് വന്ന് കിടക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നമുക്ക് അത്ര ഒരു ബ്രോഡറായിട്ട് ഇല്ല, നഴ്സിംഗ് കെയറർ പ്രൊഫഷൻ ഇല്ല. നമുക്ക് കെയർ ഹോംസ് ഒന്നും അത്രയും വന്നിട്ടില്ല. മറ്റുള്ള ഏഷ്യൻ കൺട്രീസിൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല, പക്ഷെ അവിടെയും സിമിലർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു ചലഞ്ച് ആയിരിക്കും, എങ്ങനെ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് സ്പോൺസർ ചെയ്യും. അപ്പോൾ ഇവിടെ കെയറിന്റെ എക്സ്പീരിയൻസ് കാണിക്കുമ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഫ്രോഡ് സർട്ടിഫിക്കറ്റ്സ് വെക്കാൻ പറയും. അതൊരിക്കലും ചെയ്യില്ല. ഓസ്ട്രേലിയ വളരെ സ്ട്രിക്റ്റ് ആണ്. അവർക്ക് സ്കിൽ അസസ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ അവിടെ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് ഫ്രോഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ആ റീജിയൻ തന്നെ ബാർ ചെയ്യും. കാരണം നമുക്ക് ഓൾറെഡി അറിയാം, ഓസ്ട്രേലിയ ഒരുപാട് സ്റ്റേറ്റിലെ, നമ്മുടെ ഇന്ത്യയിലെ 3-4 സ്റ്റേറ്റിലെ സ്റ്റുഡൻസിനെ ബാർ ചെയ്ത്, കാരണം അവർ ഫേക്ക് സർട്ടിഫിക്കറ്റ് കാണിച്ചെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ആ ഒരു കാര്യം കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നമുക്ക് വേണ്ടിയ. IELTS നെക്സ്റ്റ് ക്വസ്റ്റൻ ആയിരിക്കും, IELTS വേണോ വേണ്ടയോ. ഡെഫിനറ്റ്ലി നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്കാണ് പോകുന്നത്.
നമ്മളൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ബേസിക് ലാംഗ്വേജ് നമുക്കില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു പ്രോബ്ലമാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ പോരാ, നമുക്ക് എല്ലാത്തിനും സർട്ടിഫിക്കറ്റ് വേണം, അതവർ വെരിഫൈ ചെയ്യും. IELTS ഓവറോൾ 5 ആണ് ചോദിക്കുന്നത്. 1-2 മൊഡ്യൂളിലും 4.5 ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ബേസിക്കലി ലിസ്ണിങ്ങും സ്പീക്കിങ്ങും നല്ലതായിരിക്കണം. അത് ഇന്റർവ്യൂവിൽ അവർ അസസ് ചെയ്യും. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ ബേസിക്കലി പറയുന്നത്. ഇതിന് സ്കിൽ അസസ്മെന്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഈ നമ്മുടെ ക്വാളിഫിക്കേഷൻ എല്ലാം അവിടെ വെച്ചിട്ട് അവർ ഇത് അസസ് ചെയ്യും നമ്മുടെ സ്കിൽസ് വാലിഡ് ആണെന്ന്. അതിന്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം മറ്റുള്ള ഏഷ്യൻ കൺട്രീസിലാണ് എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടാണ് സ്കിൽ അസസ്മെന്റ്. അത് UK-ലും നാരിക് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അത് നമുക്കറിയാം. കാരണം നമ്മളിപ്പം ഈ ഓസ്ട്രേലിയക്ക് പുറത്ത് പഠിച്ചവരാണെങ്കിൽ അവർക്ക് ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൺവേർട്ട് ചെയ്ത് ഈക്വാവാലന്റ് ആക്കണം. അപ്പോൾ അതാണ് ഒരു സ്കിൽ അസസ്മെന്റ്. അപ്പോൾ ഈ സ്കിൽ അസസ്മെന്റ് എവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അഗെയിൻ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഇപ്പം ലണ്ടനിൽ നിന്ന് നമുക്ക് ന്യൂയോർക്കിലേക്ക് പോകാൻ, നമ്മൾ ലണ്ടനിൽ ന്യൂയോർക്കിലേക്ക് പോകുന്ന ഫ്ലൈറ്റിലേക്ക് കയറും, അല്ല പാരീസിലേക്ക് പോകുന്ന ഫ്ലൈറ്റിലേക്കല്ലോ കയറുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ നഴ്സിംഗ് സപ്പോർട്ട് വർക്കറായിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് അതിൻ്റെതായ കൗൺസിലാണ് നമ്മൾ സ്കിൽ അസസ്മെന്റ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ So here are two main councils in Australia who assess skill assessment: Australian ANMAC and Australian Community Worker Association. So it depending on which type of job you are applying. If you are applying for support worker or your job is going to be in community, there you gonna do your skill assessment. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്കിൽ അസസ്മെന്റ് ചെയ്യേണ്ടത്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അത് വരുന്നതനുസരിച്ച് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ബെനിഫിറ്റും സാലറി ഒരു അപ്രോക്സിമറ്റ്ലി 51,000 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ് പറയുന്നത്. അത് ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ ഒരു 28 lakh ആണ് അപ്രോക്സിമറ്റ്ലി. അത് സ്റ്റാർട്ടിംഗ് സാലറിയാണ്, പെർ ആനമാണ്, ഒരു വർഷം കിട്ടുന്ന സാലറിയാണ്. അത് ഇവിടെ രസകരമായ കാര്യം പറയുകയാണെങ്കിൽ UK-ലെ നഴ്സസ് NHS ബാൻഡ് 5 സ്റ്റാർട്ട് ചെയ്യുന്നത് മിക്ക ട്രസ്റ്റുകളിലും 28,000 ആണ്. അപ്പം UK-ലെ നഴ്സസിന്റെ ഒരു ബേസിക് സ്റ്റാർട്ടിംഗ് സാലറിയാണ് ഓസ്ട്രേലിയയിൽ കെയർമാർക്ക് കൊടുക്കുന്നത് എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ പല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ജോബ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഏജൻസിന്റെ ത്രൂ പോവാം, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ്, ജോബ് ഫെയർസ്, ഇങ്ങനെയുള്ള. On 10th June, there is a job fair on Bristol where so many employers from Australia are coming. So you might get some details there also. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓൺലൈൻ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഞാൻ അതിൻ്റെ കുറേ ലിങ്ക്സ് ഇട്ടിട്ടിരിക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെർച്ച് ചെയ്യാം. ഏജൻസ് അഗെയിൻ വെരിഫൈഡ് ഉള്ള ഏജൻസിനെ മാത്രം സമീപിക്കുക. കാരണം ഒരുപാട് ആൾക്കാർ ചീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന പ്രൊഫഷണലിസം ഇല്ലെന്നോ കണ്ടു കഴിഞ്ഞാൽ ആ ഏജൻസിയെ കോൺടാക്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മുന്നോട്ട് ഫോർവേഡ് ചെയ്യാതിരിക്കുക. ഫസ്റ്റ് അഡ്വാൻസ് ആയിട്ട് കാശൊന്നും കൊടുക്കാതിരിക്കുക. മേജർ യൂറോപ്യൻ കൺട്രീസിലെല്ലാം ശരിക്കും ഏജൻസ് കാൻഡിഡേറ്റിനോട് പൈസ മേടിക്കാൻ പാടില്ല. എംപ്ലോയേഴ്സ് ആണ് ഏജൻസിന് പൈസ പേ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടുത്തെ നിയമം അനുസരിച്ച് കാൻഡിഡേറ്റിനോട് ഏജൻസീസ് പൈസ മേടിക്കാൻ പാടില്ല. ബട്ട് ദെൻ അഗെയിൻ പ്രോസസ്സിംഗ് ചാർജ് എന്തെങ്കിലും അവർ മേടിക്കുന്നുണ്ടാവും. ബട്ട് അഗെയിൻ അത് കെയർഫുൾ ആയിട്ടിരിക്കുക, അത് ഒരുപാട് കാശ് കൊടുക്കാതിരിക്കുക. പിന്നെ ഓവറോൾ ഇതിന്റെ പ്രോസസ്സും ഫുൾ ഡീറ്റെയിൽസ് ഇതുവരെ വന്നിട്ടില്ല. ഈ ഒരു പേപ്പർ വർക്കും കാര്യങ്ങളും ഡീറ്റെയിൽസും വരുന്നേ ഉള്ളൂ. ഇത് വരുന്നതനുസരിച്ച് ഞാൻ കൂടുതൽ വീഡിയോസ് ഇൻഫർമേഷൻ വരുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ പറയാനുള്ളത് വെച്ചാൽ ഓവറോൾ പ്രോസസ്സ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ UK-ലേക്കുള്ള കെയറേഴ്സ് വരുന്ന പോലൊക്കെ തന്നെ ഒരു സെറ്റപ്പ് ആയിരിക്കും. ബേസിക്കലി നിങ്ങൾ ഓൺലൈൻ ജോബ് കണ്ടുപിടിക്കുക. നമുക്ക് ആദ്യം വേണ്ടി ഒരു ജോലിയാണ്, എംപ്ലോയറിനെ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. ആ സ്പോൺസർഷിപ്പ് അവർ തന്നു കഴിഞ്ഞാൽ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ആ വിസയിൽ നമ്മൾ എംപ്ലോയർ വിസയിലാണ് കയറി വരുന്നത്. ഇവിടെ വന്നിട്ട് ഓസ്ട്രേലിയ ചെന്നിട്ട് 2 വർഷം അവിടെ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് PR ആപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതായിരിക്കും ഒരു ബേസിക് ഒരു ആപ്ലിക്കേഷൻ പ്രോസസ് അഗെയിൻ. പർട്ടിക്കുലർലി ഈ ഒരു ജോബിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പം ഇതുവരെ പ്രോപ്പറായിട്ട് അവരങ്ങോട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ഓസ്ട്രേലിയയിലേക്കുള്ള വിസയുടെ ഒരു ഓവറോൾ ഒരു ഇൻഫർമേഷൻ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. ഇപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഹൗ ടു ഗെറ്റ് ഇറ്റ് പ്രിപ്പയർ. അപ്പോൾ ആ പ്രിപ്പറേഷൻ ഇപ്പോഴേ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ നമ്മുടെ ലാംഗ്വേജിന്റെ പുറത്ത് വർക്ക് ചെയ്യണം. അപ്പം ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റും ക്വാളിഫിക്കേഷൻസും ഒക്കെ എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി കുറച്ചൊരു ഫണ്ട് ഏതായാലും വേണ്ടി വരും. നിങ്ങൾ മറ്റൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ അത് അറേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പം നോക്കുക. നിങ്ങൾ സെൽഫ് അസസ്മെന്റ് നടത്തുക. നിങ്ങൾ ഈ ഒരു വിസയ്ക്ക് സൂട്ടബിൾ ആണോ അല്ലയോ എന്നുള്ള ഒരു കാര്യം നോക്കുക. പിന്നെ ലാസ്റ്റ്ലി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡിലും കെയർ വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ചില ഓൺലൈൻ കെയർ കോഴ്സസ് ഉണ്ട് നമുക്ക് ഇന്ത്യ. Please use this website Allison where you can do free online course
for support worker or becoming a care assistant. It will be useful. ഇല്ല, ഒരു സർട്ടിഫിക്കറ്റ് യൂസ്ഫുൾ ആയിരിക്കണം, പക്ഷേ ന്യൂസിലൻഡിൽ അത് യൂസ്ഫുൾ ആണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഓൺലൈൻ കോഴ്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊന്ന് ചെയ്തിരിക്കുക. ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ്, അത് മിക്കവാറും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രം. ഇതുപോലുള്ള ഇനി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും പോയിന്റ്സോ വ്യൂസോ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിപ്പിക്കുക. അതൊരു എൻകറേജ്മെന്റ് ആയിരിക്കും കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്.